ത്തുള്ളൂ, ജീവവൃക്ഷം തിരിച്ചു വരത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 3:5 ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് ധരിപ്പാൻ കൊടുക്കും. മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രം ജയിക്കുന്നവന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ജയിപ്പാനായി ഒരു യുദ്ധഭൂമിയിൽ ദൈവം നമ്മെ ആക്കി. നമ്മെ തോൽപ്പിക്കേണ്ടതിന് സാത്താൻ ഒരു തന്ത്രമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് തൊട്ടില്ല. നമ്മെ തോൽപ്പിക്കേണ്ടതിന് സാത്താന് ഒരു തന്ത്രമുണ്ട്. പുറമേ ഉള്ളവനെ വളർത്തുക. നമുക്കകത്തും ഒരുത്തനുണ്ട്, പുറത്തും ഒരുത്തനുണ്ട്. പുറമേ ഉള്ളവനെ ബൂസ്റ്റപ്പ് ചെയ്ത് വളർത്തുക. എനിക്കറിയാം ഒരിക്കൽ ഒരു കൊച്ചു കുഞ്ഞിന് സംഭവിച്ചത്. കൊച്ചു കുഞ്ഞെന്ന് പറയാനൊക്കത്തില്ല, ഏറെക്കുറെ 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് സംഭവിച്ചത്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഒരുപാട് ധനികരായിരുന്നു. ഒത്തിരി വണ്ണം വെച്ച് വളരുന്ന ഒരു സ്വഭാവം, ശരീരപ്രകൃതി ആ കുഞ്ഞിനുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കേണ്ടതിന് വേണ്ടി ഏറ്റവും പോഷകകരമായ ആഹാരങ്ങൾ മാത്രം ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നു. വേണ്ട എക്സസൈസും ഇല്ല. നടന്ന ചരിത്രം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്. നടന്ന ചരിത്രമാണ്. പോഷകരമായ ആഹാരങ്ങൾ ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നു. മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്, അവൻ്റെ അസ്ഥി വളരാൻ ആവശ്യമുള്ള ഘടകങ്ങൾ കൊടുത്തില്ല. മാംസം വളരാൻ ആവശ്യമുള്ള ഘടകങ്ങൾ കൊടുത്തു. പുള്ളി അങ്ങ് വണ്ണം വെച്ചു, എടുത്ത പൊങ്ങാത്ത വലിപ്പമായി. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 9ാമത്തെ വയസ്സായതോടെ ജോയിൻസ് തെറ്റാൻ തുടങ്ങി. മുട്ടിൻ്റെ ജോയിൻസ് തെറ്റി. കാര്യം മാംസം വളർന്നു, അസ്ഥി വളർന്നില്ല. അസ്ഥിക്ക് നീളക്കുറവും മാംസത്തിന് നീള കൂടുതലും ആകയാൽ തിരിച്ചവനെ ആശുപത്രിയിലിട്ട് മാംസം ചുരുക്കി അസ്ഥി വളർത്തേണ്ട ഗതികേടുണ്ടായി. അരയുടെ ഏപ്പിന് വ്യത്യാസമായി. മനുഷ്യൻ ആകപ്പാടെ സ്ട്രക്ചർ വിട്ടുപോകേണ്ടതിന് പുറമേ ഉള്ളവനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുവാൻ സാത്താൻ തീരുമാനിച്ചു. അകമേ ഉള്ളവനെ ചെറുതാക്കി. അതിനുവേണ്ടി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ഭൗതിക ഘടകങ്ങളെ അവനൊന്ന് ബൂസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ ആവർത്തിക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള പുറമേയുള്ള മനുഷ്യനെ, ഇത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ച ഭാഗമാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് വെളിപ്പാട് പുസ്തകം നമുക്ക് തന്ന യോഹന്നാനും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസുമൊക്കെയാണ് വേർപാടിൻ്റെ ശക്തിയേറിയ ആശയങ്ങൾ ദൈവസഭയ്ക്ക് തരുന്നതെന്ന് മറക്കരുത്. ഇത് ഗൗരവമായി ഓർക്കുക. യോഹന്നാൻ പറയുകയാണ്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്ക്. ഇത് ഇന്നും അനുസരണം കെട്ടവരുടെ മേൽ വസിക്കുന്നു. ഇത് ലോകത്തിൽ നിന്നാണ്, പിതാവിങ്കിൽ നിന്നുള്ളതല്ല എന്ന് എടുത്തു പറയുന്നതായി കാണാം. ആയതിനു വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, പിശാച് ഒരു നീണ്ട സ്കീം ഉണ്ടാക്കി. ആ നീണ്ട സ്കീമിൽ ഒരു കൂട്ടം ദൂതന്മാർ മനുഷ്യവേഷത്തിൽ ഇറങ്ങി വരികയും ചാവുകടൽ ലിഖിതങ്ങളിൽ പറയുന്നതിൻ്റെ പ്രകാരം ശരീരത്തിൻ്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി വർദ്ധിപ്പിക്കേണ്ടതിന് പുറമേ ഉള്ളവനെ ബൂസ്റ്റ് ചെയ്യുവാൻ പുറമേ ഉള്ളവനിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ശരീരമല്ല പറയുന്നത്, ജഡീക ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. അതൊന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. മനുഷ്യൻ്റെ ലിപ്സ്റ്റിക് ചുമന്ന കളറടിച്ചു, വിരലുകളിൽ കളറടിച്ചു, ടാറ്റു ചെയ്തു, ഡൈ ചെയ്തു. ആകപ്പാടെ മനുഷ്യനെ വികൃതമാക്കി. ശരീരത്തിൽ കിഴുത്തകളിട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും അവൻ അന്യനായി. ആ ഭാഗം ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല. നമ്മൾ കണ്ടു ലോകം ചേഞ്ചായി. ദൈവിക പാറ്റേണിൽ നിന്നും ദൈവിക കൾച്ചറിൽ നിന്നും ലോകം ചേഞ്ചായി. ആകപ്പാടെ ഇവിടുത്തെ സിവിലൈസേഷൻ മാറി. ഇവിടെ ദൈവത്തിന് വിരോധമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പൈശാചികമായൊരു സ്കീമായിരുന്നു. പോലെ നൂറ്റാണ്ടുകൾ കൊണ്ട് നടക്കേണ്ട ഒരു വൻകട സ്കീമിങ്ങിൽ പിശാചി വരികയും ചാവുകടൽ ലിഖിതം പറഞ്ഞു അങ്ങനെ ഒരു സ്കീം നടപ്പാക്കുകയും ചെയ്തു. അതിൽ മനുഷ്യൻ പുറമേ ഉള്ള ജഡത്തെ വളർത്തുവാൻ, ജഡീക ചിന്തകളെ ഉയർത്തുവാൻ ശ്രമിച്ചു. What is a scheme? What is a scheme? A large scale systematic plan or arrangement for attaining a particular object or putting a particular idea into effect. എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്ക് ഞാൻ തർജ്ജമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയിലൂടെ ചെയ്യേണ്ടത് ചെയ്തെടുക്കുവാൻ ഉണ്ടാക്കുന്ന ഒരു നീണ്ട പരിപാടിയെയാണ് ഒരു സ്കീം എന്ന് വിളിക്കുന്നത്. പിശാച് ഒരു സ്കീം ഉണ്ടാക്കി. അന്ത്യതലമുറയാകുമ്പോൾ, യേശുവിൻ്റെ മടങ്ങിവരവ് അടുക്കുമ്പോൾ, ജാതികളുടെ കാലം തീരാറാകുമ്പോൾ, അവിടെ നമ്മൾ വരും, ജാതികളുടെ കാലം തീരാറാകുമ്പോൾ നശിച്ചുപോയ ഒരു ജനതതി ആയിരിക്കണം ഭൂമിയിലുള്ളത്. അതിനുവേണ്ടിയ ലോങ് ടേം സ്കീമിങ് പിശാച് ആരംഭിക്കുകയും അത് ചാവുകടൽ ലിഖിതങ്ങളിലൂടെ നമ്മൾ കാണുകയും ചെയ്യുന്നു. 1ാമത്തെ വീഴ്ചയിൽ തന്നെ ഈ ചാവുകടൽ ലിഖിതങ്ങളുടെ പരിണിത ഫലമായി മനുഷ്യനിൽ കടന്നു വന്ന ഒരു സ്വഭാവമായിരുന്നു ഒരു അഹങ്കാരത്തിൻ്റെ സ്വഭാവം, റിബലിയസ് സ്വഭാവം. ഈ റിബലിയസ് സ്വഭാവം കൊണ്ട് മനുഷ്യൻ ആത്മീകമായതിനെ ത്യജിക്കുകയും ഭൗതികമായതിനോട് അടുക്കുകയും ചെയ്തു. അങ്ങനെ
ദൂതന്മാർ ഇറങ്ങി വരികയും മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും രാക്ഷസന്മാർ അവർക്ക് പിറക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് നോഹയുടെ കാലമായി. നോഹയുടെ കാലത്ത് ജലപ്രളയത്തോടെ രണ്ടാം വീഴ്ച കംപ്ലീറ്റായി. രണ്ടാം വീഴ്ചയിൽ മനുഷ്യൻ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? ഓക്കെ, ഞാൻ ആ പദം ഒന്നുകൂടെ തൊട്ടോട്ടെ. നോഹയുടെ കാലത്ത് നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്ന മലയാള വാക്ക് തമിയം എന്ന എബ്രായ വാക്കിൽ നിന്ന് വന്നതാണ്. തമിയം എന്ന എബ്രായ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കീപ്പിംഗ് അപ്പ് ഒറിജിനാലിറ്റി, ആ ദൈവം സൃഷ്ടിച്ചതുപോലെ സൂക്ഷിക്കപ്പെടുക എന്നതായിരുന്നു. ആദമിനെ നോഹയുടെ കാലത്തെ ജനത്തെ വീഴ്ത്തിയത് അവിടെയാണ്. എന്നാൽ നോഹ അദ്ദേഹം തമിയമായിരുന്നു, ഒറിജിനാലിറ്റി സൂക്ഷിച്ചവനായിരുന്നു. നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ നശിപ്പിച്ചു. രണ്ടാമത്തെ ഹ്യൂമൻ ഫോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശു ഒരു വാണിംഗ് തരുന്നുണ്ട്, മറക്കരുത്, ഇനിയും ഇത് സംഭവിക്കും. സാത്താൻ വീണ്ടും ലോകത്തിൻ്റെ അധികാരിയായി മാറി. ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും സാത്താൻ പിന്നെയും പ്രവർത്തനം തുടങ്ങി. നോഹയുടെ കാലം പോലെ ഇനിയും ഒരു കാലം യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാലത്ത് ആവർത്തിക്കപ്പെടും എന്ന് യേശു പറഞ്ഞു. ഇന്ന് എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന ചിന്താഗതികൾ എന്തുവാ? എൻ്റെ ജഡത്തെ വളർത്തുകയാണോ അതോ എൻ്റെ ആത്മാവിനെ വളർത്തുകയാണോ? ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. എൻ്റെ ജഡത്തെ വളർത്തുകയാണോ, ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണോ, അതോ ആത്മാവിൻ്റെ ഇച്ഛകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണോ? എന്താണ് നമ്മുടെ ചിന്ത? ലോത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പരിണിതം, ദൈവം ചില ശാപങ്ങൾ വീണ്ടും ആവർത്തിച്ചു. 1, മനുഷ്യൻ്റെ ആയുസ് കുറച്ചു. 2, ശരീരമില്ലാത്ത അശുദ്ധാത്മാക്കൾ നിർമ്മിക്കപ്പെട്ടു. അവരെ ബാസ്റ്റഡ് സ്പിരിറ്റ്സ് എന്നുവരെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരു വിഭാഗം ദൂതന്മാരെ അധോലോകത്തേക്ക്, ടർട്ടസിലേക്ക് അയച്ചു എന്ന് നമ്മൾ കണ്ടതായിരുന്നു. ഇനിയും പ്രാക്ടിക്കൽ ഡെലിവറൻസസ്, ഇനിയും ഇതിനകത്ത് യേശുവിൻ്റെ വരവോടുകൂടെയാണ് വ്യത്യാസം ഉണ്ടാകേണ്ടത്. യേശുവിൻ്റെ കാൽവറിയോടുകൂടെയാണ് വ്യത്യാസമുണ്ട്. നമ്മൾ വിശദീകരിക്കും, തൊട്ടുപോകുന്നത് മാത്രം ലിങ്ക് നഷ്ടപ്പെടാതിരിക്കാൻ. 1, ഫിസിക്കൽ റിസ്റ്ററേഷൻ വിൽ സ്റ്റാർട്ട് ഇൻ മില്ലീനിയം. ഒന്നാമത്തെ പ്രശ്നത്തിന്, ഒന്നാമത്തെ വീഴ്ചയുടെ പരിണിതം അന്തിമ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലെ സംഭവിക്കുകയുള്ളൂ. ലാസ്റ്റ് റൗണ്ടിലേ ഉള്ളൂ. അന്ന് മാത്രമേ ജീവവൃക്ഷം മടങ്ങി വരികയുള്ളൂ. അന്ന് മാത്രമേ തേജസ്സിൻ്റെ വസ്ത്രം മടങ്ങി വരികയുള്ളൂ. അന്ന് മാത്രമേ ഏദനിലേക്ക് തിരികെ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ വീഴ്ചയിൽ സംഭവിച്ചത്, 1, ആയുസ് കുറഞ്ഞു. അത് മടങ്ങി വരാൻ പോകുകയാണ്. എന്ന് മടങ്ങി വരും? സഹസ്രാബ്ദ യുഗത്തിൽ മടങ്ങി വരും. യേശുവിൻ്റെ ആ ഫൈനൽ ലെവലിന്, ഫൈനൽ റൗണ്ടിന് മുന്നമേ ഒരു പ്രീ ഫൈനൽ റൗണ്ടുണ്ട്. അതാണ് സഹസ്രാബ്ദ വാഴ്ച. അന്നത് തിരിച്ചു വരും. ഇന്ന് നഷ്ടപ്പെട്ട പലതും അന്ന് മടങ്ങി വരും. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ ലഭിച്ച രക്ഷ അനുഭവിച്ച ദൈവവൈതലിന് ആത്മീകമായൊരു വിടുതൽ കിട്ടി. സ്പിരിച്വൽ റിസ്റ്റോറേഷൻ, ഒരു സ്പിരിച്വൽ റിസ്റ്റോറേഷൻ കിട്ടി. എൻ്റെ പുറമേ ഉള്ളവനെ ഞാൻ മരിച്ചവനെന്ന് എണ്ണി. നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത് വിളിച്ചു പറയുന്നത്, എൻ്റെ പുറമേ ഉള്ളവൻ വേണ്ട മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ അകമേ ഉള്ളവൻ ജീവിക്കുന്നുവെന്നും പുറമേ ഉള്ളവൻ മരിച്ചുവെന്ന് എണ്ണിയുമാണ് ഒരു ദൈവപൈതൽ എഴുന്നേറ്റ് വരുന്നത്. ആ ആത്മീക റിസ്റ്റോറേഷൻ നമുക്ക് ലഭിച്ചു. എന്നാൽ അതിൻ്റെ ഭൗതിക ഭാഗം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സഹസ്രാബ്ദത്തിലേ നടക്കുകയുള്ളൂ. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അന്ന്, എൻ്റെ കൺവേർഷൻ നടന്ന അന്ന്, കാര്യം ജാതികൾക്ക് എന്നെ വിറ്റിരുന്നതാണ്. അവിടുന്ന് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരുന്നതോടുകൂടെ, എൻ്റെ കൺവേർഷൻ നടന്നതോടുകൂടെ എൻ്റെ സ്പിരിച്വൽ റിസ്റ്റോറേഷൻ നടന്നു കഴിഞ്ഞു. അടുത്തത്, നോഹ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു യാഗം കഴിച്ചു. നോഹയ്ക്ക് ആവശ്യമുള്ള സകലതും ദൈവം ഇവിടെ കൊടുത്തു. ദൈവത്തിൻ്റെ കോളനിയായി ഭൂമിയെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. നോഹയെ അതിൻ്റെ ചുമതലയെടുത്തു ഏൽപ്പിച്ചു. അദ്ദേഹത്തോടും പറഞ്ഞു, റീപ്ലനീഷ്. ബൈബിളിൽ ആകെ 2 പ്രാവശ്യമേ റീപ്ലനീഷ് എന്ന പദമുള്ളൂ. 1, ആദമിനെ അനുഗ്രഹിക്കുന്നതും 2, നോഹയെ അനുഗ്രഹിക്കുന്നതുമാണ്. ഒരാത്മീക അർത്ഥത്തിൽ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. റീപ്ലനീഷ്, ചിലതെല്ലാം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മൾ ചിലത് ചെയ്തിരിക്കും. നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചു. പക്ഷേ മറുവശത്ത് വീണ്ടും ലോകം വഷളായി. നോഹയുടെ കാലശേഷവും ലോകം വഷളായി. നിമ്രോദിൻ്റെ കാലത്ത് എത്തിച്ചേരുകയുണ്ടായി. നിമ്രോദിൻ്റെ കാലമായതോടെ ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വിശദീകരണം പറഞ്ഞു. ആകാശത്ത് മുട്ടുക എന്നൊരർത്ഥത്തിൽ അത് എഴുതിയെങ്കിലും ഒരു ട്രാൻസ്ലിറ്ററേറ്റഡ് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മേഘമണ്ഡലങ്ങൾക്ക് മീതെ
മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന, മാനുഷിക കണക്കുകളാൽ നയിക്കപ്പെടാവുന്ന ഒരു മാജിക്കൽ ഹെവനുണ്ട്, അല്ലെ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അതിനെ ആകർഷിച്ച് ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് മേഘങ്ങളെക്കാൾ ഉയരമുള്ള ഒരു ഗോപുരം പണിയുക എന്നാണ് പറഞ്ഞത്. ഒരു ഡ്യുവൽ മീനിങ് ഉള്ളത് ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനത് വിശദീകരിച്ച് കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് മാറിക്കോട്ടെ. ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും ഉയരമുള്ള ഗോപുരങ്ങളുടെ ചിത്രങ്ങളാണ് തന്നത്. ഏറ്റവും ഇടത്തെ അറ്റത്ത് കാണുന്ന ബുർജ് ഖലീഫ, ഇതിന് 828 മീറ്റർ ഉയരമാണുള്ളത്. 828 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് താഴെയാണ്. ബാക്കിയുള്ളതൊക്കെയും ഇന്ന് ഭൂമിയിലെ ഉയർന്ന ഗോപുരങ്ങൾ ഒന്നും ബുർജ് ഖലീഫയേക്കാൾ വലുതില്ല. എന്നാൽ നിമ്രോദ് പണിയുവാൻ ആഗ്രഹിച്ചതാണ്. വലത്തെ അറ്റത്ത് കാണുന്ന, കഴിഞ്ഞ ആഴ്ച ഇട്ടതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ് ചെയ്യേണ്ടവർ അത് കറക്റ്റായി കാണിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. അതിന്ന് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. 10 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരമോ അതിൻ്റെ തൊട്ടടുത്ത വശത്ത് 8 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരമോ പണിയുവാനാണ് അവർ തീരുമാനിച്ചത്. 8 മുതൽ 10 വരെ ഉയരമുള്ള ഡെഫിനിറ്റ് കണക്ക് എങ്ങുമില്ല. എന്നാൽ മേഘത്തിൻ്റെ കണക്ക് കൂട്ടിയാണ് ഈ പറയുന്നത്. അവിടം വരെ ഉയരമുള്ള ഒരു ഗോപുരം പണിയാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ നിലവിലിരിക്കുന്നതായ ബുർജ് ഖലീഫ ഏറ്റവും ഇടത്തെ അറ്റത്ത് കാണുന്ന ആ കുഞ്ഞുവിരലിനേക്കാൾ ചെറുതായി കാണുന്ന സാധനമാണ്. ഇന്ന് വരെ മനുഷ്യൻ പണിതത് ആ വലുത് പണിയുവാനാണ് ലൂസിഫർ തീരുമാനിച്ചത്, നിമ്രോദ് തീരുമാനിച്ചത്. ഈ ടെക്നോളജി ആര് കൊടുത്തു? ഈ ശാസ്ത്രം ആരിവന് പറഞ്ഞു കൊടുത്തു? ഇതിൻ്റെ സയൻസ് ആ കാലത്ത് അവന് എവിടെ നിന്ന് കിട്ടി? നിശ്ചയമായും ദുരാത്മാക്കൾ കൊടുത്തതാണ്. എന്തുകൊണ്ട്? ദുരാത്മാക്കളെ അട്രാക്റ്റ് ചെയ്ത് മാജിക്കൽ ഹെവൻസ്, അശുദ്ധ ലോകത്തെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ കഴിയുന്ന, അവർ പ്രസാദിക്കുന്ന ചില ചിഹ്നങ്ങൾ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ വെക്കുവാൻ തീരുമാനിച്ചു. പ്രാക്ടിക്കലി വിശദീകരിക്കുവാൻ ഒരുപാടുണ്ട്. ഇതിനകത്തൊക്കെ കഷ്ടപ്പെട്ടവരെ വ്യക്തിപരമായി കാണുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. വർഗീസേ, നീ മാത്രമേ കണ്ടിട്ടുള്ളല്ലോ, ഞങ്ങളാരും കണ്ടില്ലോ. നിങ്ങളുടെ കണ്ണു തുറക്കാഞ്ഞത് ആരുടെ കുറ്റമാണ്? ആത്മിക ശുശ്രൂഷ ചെയ്യുന്ന പലരും ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ എറിയുന്നവനെ മാത്രമേ ദൈവം കല്ലേൽപ്പിക്കത്തുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പ്രശ്നമുണ്ടായ ഒരു മോന്, അല്ലെങ്കിൽ ഈ സിംബൽസ് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു മോൻ ദുരാത്മബാധിതനായി അതിൻ്റെ പരിണിതമായി ഈ ചർച്ച കൊണ്ടുവന്ന് 2 വർഷം ഇവിടെ താമസിപ്പിച്ച് ഇവിടുത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ആ ദുർഭൂതം വിട്ടുമാറി അവൻ നോർമലായത് എന്ന് മാത്രം ഞാൻ ഇപ്പോഴും ഓർപ്പിക്കാം. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. മോനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, അല്ലെ ദൈവം വിടുവിച്ചെന്നാണ് പറഞ്ഞത്. മറ്റാർക്കും ആരും മനസ്സിലാകത്തില്ല, നമുക്ക് 2 പേർക്കേ പിടി കിട്ടത്തുള്ളൂ. അന്ന് കൂട്ടത്തിൽ ഇടപെട്ടവർക്ക്, അതുകൊണ്ടാണ് ഞാൻ പേര് പോലും പറയാത്തത്. ഇങ്ങനെ ഈ പൈശാചിക ശക്തികളെ ആകർഷിച്ചു കൊണ്ടുവരുവാനായി തീരുമാനിച്ചു. അതിൻ്റെ പരിണിതമായി മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ചയുടെ പരിണിതമായി ദൈവം ഭൂമിയെ, മൂന്നാമത്തെ വീഴ്ച, ഈ മൂന്നാമത്തെ വീഴ്ചയുടെ ഫലമായി ദൈവം ഭൂമിയെ പല ഖണ്ഡങ്ങളായി തിരിച്ചു. ഡിവൈഡഡ് ഇൻ ടു കോണ്ടിനെൻറ്റ്സ് ആൻഡ് സബ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഐലൻഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. സമുദ്രങ്ങളെ പരത്തി ആകെയാക്കി. ലാംഗ്വേജ് ദൈവം കൺഫ്യൂസ് ചെയ്തു. ഒരു ഭാഷ സംസാരിക്കുന്നവന് അടുത്തവന് മനസ്സിലാകത്തില്ല. സ്കാറ്റർഡ് പീപ്പിൾ, മനുഷ്യനെ അന്യ ശത്രുക്കൾക്ക് വിട്ടുകളഞ്ഞു. ഇതാ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 മാസമായി, 2 മാസത്തിലുപരിയായി നമ്മൾ തിരിച്ചും മറിച്ചും ചിന്തിക്കുന്ന സെൻട്രൽ ആശയത്തിൻ്റെ അകത്ത് നിൽക്കുന്നത്, ദൈവം മനുഷ്യനെ ജാതികൾക്കായി വിറ്റു. ആ ദൈവത്തോടാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അതിൻ്റെ പുറകെ പോകും. ഈ ദൈവതയോടാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ ഇതിൻ്റെ പുറകെ പോകും. നിന്നെ വിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഉദാഹരണം പറഞ്ഞു. 5-6 മക്കളുള്ള ഒരു അപ്പൻ്റെ 2-3 പെൺകുട്ടികൾ അങ്ങും ഇഞ്ഞുമുള്ള ആമ്പിള്ളേരുടെ പുറകെ നടക്കുകയാണ് എന്ന് അപ്പന് ബോധ്യമായി. എത്ര ശ്രമിച്ചിട്ടും ഇതുങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒടുവിലത്തെ സാഹചര്യത്തിൽ അപ്പനെ പിള്ളേരെ വിളിച്ചു പറഞ്ഞു, ശരി, നിനക്കിഷ്ടമുള്ളവൻ്റെ കൂടെ നീ പോ. ഇതുപോലെ മനുഷ്യനോടും പറഞ്ഞു, ആ സത്വത്തിൻ്റെ രൂപമല്ലേ നീ കൊണ്ടുവന്നത്, നീ പോയി അവനെ സേവിക്ക്. ഈ സത്വത്തിൻ്റെ രൂപമല്ലേ കൊണ്ടുവന്നത്, നീ പോയി അവനെ സേവിക്ക്. വിറ്റു, അവരെ വിട്ടുകളഞ്ഞു. ദേ വർ സോൾഡ് ഔട്ട് ടു ലെസർ പവേഴ്സ്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചതാണെങ്കിലും വിശദീകരിച്ചില്ല. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ യഹോവ ആകാശത്തിൻ്റെ കീഴിലുള്ള സർവ്വജാതികൾക്കുമായി അവയെ പങ്കിട്ട് കൊടുത്തിരിക്കുക. നിനക്ക് തന്നതല്ല, നീ എൻ്റെ സ്വന്തമാണ്. ഈ ജനത്തെ, ജാതിയെ പങ്കിട്ട് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന. അവർ നമസ്കരിച്ചോട്ട് വിരോധമില്ല, ഞാനവരെ വിട്ടതാ. പക്ഷെ നീ അതിൻ്റെ പുറകെ പോയാൽ നീ ശിക്ഷിക്കപ്പെടും. കാര്യം നിന്നെ അതിന് വിട്ടതല്ല, നിന്നെ ഞാൻ വിട്ടുകൊടുത്തതല്ല. നീ എൻ്റെ സ്വന്തമാണ്. ബാക്കിയുള്ളവരെ ഞാൻ പകുത്തു കൊടുത്തതാണ്.
4:19-20 വാക്യങ്ങളിൽ നിങ്ങളോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. മഹോന്നതൻ ജാതികളുടെ അവകാശം പകുത്തപ്പോൾ നിങ്ങളെ തൻ്റെ സ്വന്തം ജനമായി എടുത്തു. ഇതിനകത്തിരിക്കുന്ന ദൈവപൈതൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകയാൽ ജാതീയമായി ഇതിനെ വിട്ട് ദൈവത്തോട് പറ്റി നിൽക്കുവാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ഒരു ആത്മയുദ്ധത്തിലാണ്. ജാതീയമായി ഇതിനു വേണ്ടി പിടിച്ചു വലിക്കുന്ന പുറമേയുള്ള ഒരു ശക്തിയുണ്ട്. ഇതിനെ വളർത്തുന്ന ഒരു പൈശാചിക പ്രവണതയും പുറകിലുണ്ട് എന്ന് മറക്കരുത്. നാം മഹോന്നതൻ്റെ അവകാശമാണ്. ആവർത്തന പുസ്തകം 29:25-26 തങ്ങൾ അറിയുകയോ വീതിച്ചു കിട്ടുകയോ ചെയ്യാത്ത ഒന്നിൻ്റെയും പുറകെ നീ പോകരുത്. അങ്ങനെ ഒരു ജനവിഭാഗം പോയതിനാൽ ഇന്ന് കാണുന്നത് പോലെ ശാപങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ പ്രശ്നങ്ങൾ, ശിക്ഷകൾ നിങ്ങൾ അനുഭവിച്ചു. നിങ്ങളതിന് പോകരുത്. ജാതികൾ എന്ന പ്രയോഗം ഞാൻ ഒത്തിരി പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം വാക്യത്തിൽ ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ എന്ന് ലൂസിഫറിനെ വിളിക്കുന്നു. യെശയ്യാവ് 14-ാം അധ്യായം എഴുതുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചിട്ടില്ല. അതിനു മുമ്പുള്ള കാലത്തെ പ്രവചനാത്മാവിൽ യെശയ്യാവ് ചിത്രീകരിക്കുക. ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നതിന് മുന്നമേ, ആദമുണ്ടാകുന്നതിന് മുന്നമേ ലൂസിഫർ ഇവിടെ വാഴുന്ന കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ലൂസിഫർ സ്വർഗത്തിലായിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഇന്നേക്ക് അപ്രോക്സിമേറ്റ്ലി 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലുള്ള കാലങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചനാത്മാവിൽ എഴുതുകയാണ്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. ഓക്കെ, ഞാൻ അവിടെ നിന്ന് മാറട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10:18 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അവനെ സ്വർഗത്തിൽ കൊള്ളുകയില്ലാത്തവനായി മാർക്കിയത് കൊണ്ട് അവന് വേണ്ടി ഭൂമിയെ സൃഷ്ടിക്കുകയും അവനെ താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. അവൻ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. ഇന്നത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ വീണുപോയ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, നമുക്കവരോട് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് എഫേസ്യർ 6:12 പറയുന്നു. എഫേസ്യരിൽ 1-ാമത്തെ അധ്യായത്തിൽ വാഴ്ചകളും അധികാരങ്ങളും എന്ന് കൊടുത്തിരിക്കുന്ന പദം ഞാൻ പറഞ്ഞു, അത് സുറിയാനി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അക്കോസന്മാർ, ഗുൽത്തന്മാർ, ഹൈലന്മാർ, മൊറോവാസന്മാർ എന്നിങ്ങനെ വ്യത്യസ്ത ദൂത സമൂഹങ്ങളുടെ പേരുകളാണ്. വീണുപോയ ദൂതന്മാരെന്ന് പറയുമ്പോൾ, ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ, ഏലിയൻസ് എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് ആകപ്പാടെ പുത്തരിയായിരിക്കും. ഒത്തിരി പേരൊക്കെ ഇതിനോടകം വാദിച്ച് തർക്കിച്ച് തോറ്റു. അവർ പഠിച്ചു. ഒത്തിരി പേര് കാര്യം കൊച്ചു പിള്ളേരെ ഇത് പഠിപ്പിച്ചു തുടങ്ങിയതോടുകൂടെ ഒത്തിരി വലിയവരുടെ കാലം പോയി. അത് ഒത്തിരി പേര് പഠിച്ചു. ഈ ദൂതൻ വർഗങ്ങളുടെ പേരങ്ങോട്ട് എഴുതിയേറ്റ് പറഞ്ഞ അവരാണ് വാഴ്ചകളും അധികാരങ്ങളും, അവന്മാരെയാണ് തള്ളിയിട്ടത്. നമുക്ക് പോരാട്ടമുള്ളത് അവരോടാണ്, ജഡരക്തങ്ങളോടല്ല. ഈ സമയത്താണ് ദൈവം ഈ അന്യദൈവ ശക്തികളെ സേവിക്കേണ്ടതിന് വേണ്ടി ഈ വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി വച്ചിരുന്ന ചിഹ്നവുമായി പോയവരെ അന്യദേവന്മാർക്ക് വിട്ടുകൊടുത്തേച്ച് അബ്രഹാം എന്ന് പറയുന്ന ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചു മാറ്റി നിർത്തിയത്. ഗോഡ് സിലക്റ്റഡ് അബ്രഹാം അദ്ദേഹത്തെ വിളിച്ചേച്ച് പറഞ്ഞു, വാ, നിന്റെ സന്തതിയായി ഞാനൊരു ജനതയെ തരുവാൻ പോകുകയാ. ഇന്നത്തെ സ്പെഷ്യൽ സാഹചര്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ഈ പടം ഒന്നുകൂടി എടുത്തിട്ടത്. ഇന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം ഞാനായിരിക്കാം, നമ്മിൽ ഒരാളായിരിക്കാം. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ ക്ലാസ്. ഇന്ന് ഈ എടുക്കുന്ന 2-3 മിനിറ്റുകൾ അന്ന് അബ്രഹാമിനെ വിളിച്ചതുപോലെ ഇന്ന് നിങ്ങളിൽ ഒരാളിനെ ആയിരിക്കാം വിളിച്ചത്. ഇറ്റ് മേ ബി ഫോർ യുവർ ഫാമിലി. ജാതീയമായതിലേക്ക് ജനങ്ങൾ വിട്ടുപോകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുവാൻ അബ്രഹാമിനെ പോലെ അനേക വേദപുസ്തക ബിരുദന്മാരെ പോലെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കാം നമ്മിൽ ചിലർ. നമുക്കത് ചെയ്യാം. വേറെ ചിലർ നമ്മുടെ ഏരിയയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കാം. ഏരിയ ലീഡേഴ്സ്, ടേക്ക് ചാർജ് ഓഫ് യുവർ കപ്പാസിറ്റി. ദൈവം നിങ്ങൾക്കൊരു കപ്പാസിറ്റി തന്നു, ഒരു സ്ഥാനത്ത് നിങ്ങളെ ആക്കി. അതിനകത്ത് നിങ്ങൾ വളരുക. ഫോർ യുവർ ഓഫീസ്, നിങ്ങൾക്ക് സ്വന്തം ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ജോലിക്കാരെ, വല്ലവരുടെയും ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല, നിങ്ങൾക്ക് സ്വന്തം ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ജോലിക്കാരെ ദൈവിക പാറ്റേണിൽ കൊണ്ടുവരുവാൻ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാംമാരായിരിക്കാം. നിങ്ങളുടെ ലൊക്കാലിറ്റി നിങ്ങളെ കണ്ടൊരു മാതൃക ചുറ്റുവട്ടങ്ങളിൽ പരക്കട്ടെ. ഇന്നിടത്ത് ഇന്നാരെന്നൊന്ന് പറയട്ടെ. ഞാൻ വിഷയങ്ങൾ ഒത്തിരി
ആഴത്തിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കന്നഡ മാത്രം സംസാരിക്കുന്ന, കന്നഡ ഇംഗ്ലീഷും സംസാരിക്കുന്ന ഒരു കുടുംബം ഇന്ന് ബാംഗ്ലൂരിൻ്റെ വെളിയിൽ ഒരിടത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം അവിടെ നിന്നൊരു പദം വന്നത് ഞാൻ ഓർക്കുന്നു. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ ഒരു പദമാണ്, പാസ്റ്ററുടെ വൈഫ് പറഞ്ഞ ഒരു പദമാണ്. യേശുവിനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ജീവിത പ്രകൃതി കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായി മാറിയത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള വാക്കുകളുടെ അവകാശികളാകണം. ഇന്ന കുടുംബത്തെ ഞാൻ കണ്ടതിനാൽ ഞാനൊരു ദൈവ പൈതലായി. നിങ്ങളുടെ ലൊക്കാലിറ്റിയെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇറ്റ് ഈസ് ഫോർ അവർ ചർച്ച്, ഇറ്റ് ഈസ് ഫോർ അവർ സിറ്റി. നമ്മുടെ പട്ടണത്തിന് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ദൈവം നമ്മെ അബ്രഹാമിന് പകരമായി വിളിച്ചവരായിരിക്കാം, അബ്രഹാമിനെ പോലെ വിളിച്ചവരായിരിക്കാം. ഇറ്റ് ഈസ് വി ഫോർ അവർ ലാംഗ്വേജ്. മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ, അതാ നമ്മുടെ ലാംഗ്വേജ്. മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ മാതൃകകളായി തിരഞ്ഞെടുത്തു. അബ്രഹാമിന് പകരം നിങ്ങളിരിക്കട്ടെ. God asked Abraham to abstain from all the local custom. ലോക്കൽ കസ്റ്റത്തിൽ നിന്ന് മാറുവാൻ അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, മറ്റേത് മുഴുവനും ജാതിക്ക് വിറ്റതാ മോനെ, മറ്റേ മുഴുവനും ജാതിക്ക് വിറ്റതാ. ഇന്ന് പെന്തക്കോസ്തുകാർ ചില ലക്ഷങ്ങളിലുണ്ട് ഈ ഭൂമിയിൽ. ബാംഗ്ലൂരിൽ വന്ന നമ്മളൊരു കുറേ പേരുണ്ട്, ഇന്നും ഒത്തിരി പേരുണ്ട് ബാംഗ്ലൂരിൽ. പക്ഷേ അന്ന് അബ്രഹാം ഒറ്റയുള്ളെന്ന് മറക്കരുത്, ഒറ്റയുള്ളൂ. രണ്ടാമതൊരാളിനെ കമ്പയർ ചെയ്യാനില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനോട് പറ്റി നിന്ന ഒറ്റപ്പെട്ട അബ്രഹാമിനെ വളർത്തിയ ദൈവം ഇന്ന് പകൽ നിങ്ങളെ വളർത്തട്ടെ. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ദൈവം ഉയർത്തട്ടെ. ദൈവത്തോടുകൂടെ നിന്നാൽ ദൈവം നിങ്ങളെ വളർത്തും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കണ്ടേ, അബ്രഹാമിനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, നിന്നിൽ നിന്ന് ജനിക്കുന്നവർ യഹോവയുടെ വകയാ. പഴയ നിമ്രോദിൻ്റെ കോട്ടയെ അവിടെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ അനുസരിക്കുന്നവർ ലോകത്തിൻ്റെ വകയാ. ഇന്ന് പകൽ ഒരു സിലക്ഷൻ അനുവദിച്ചാൽ നമ്മൾ എത്ര പേർ പറയും, ഞാൻ അബ്രഹാമിൻ്റെ വംശമാ, ഞാൻ അബ്രഹാമിൻ്റെ വംശമാ. നമ്മുടെ ക്ലാസ് ഒത്തിരി പ്രാക്ടിക്കലാണ്. കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട്, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാനതിൻ്റെ എൻ്റെ പ്രീആമ്പിൾ എടുത്തു കഴിഞ്ഞതാണ്. ഇന്നൊരു വിശദീകരണമാണ്. ഇനിയും ജാതികൾക്ക് ദൈവം അനുവദിച്ച ഒരു കാലമുണ്ട്. എന്തേ എല്ലാവരും ഇങ്ങോട്ട് മാനസാന്തരപ്പെടാതെ മോനെ പറയാമിട, ദൈവം അനുവദിച്ച ഒരു കാലമുണ്ട് ജാതികൾക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ജാതികൾക്ക് ഗിവൺ ടൈം, ദർ ഇസ് എ സീസൺ. ഇന്ന് ദൈവത്തിൻ്റെ സീസണുകളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ജാതികൾക്കൊരു സീസൺ കൊടുത്തു. ആ സീസണിൽ ജാതികൾ ഭരിക്കുന്നു. എന്തുകൊണ്ടാണ് സീസൺസ് ജാതികൾക്ക് കൊടുത്തെന്ന് പറയുന്നത്? വ്യത്യസ്ത പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കുവാൻ ചില മണ്ഡലങ്ങളെ ദൈവം കൊടുത്തു. ഇത് പറയുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ വയ്യ. നന്നായി ഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് കേട്ടോണം. ചൊവ്വ ഗ്രഹത്തിലൊന്ന് പോകണമെന്ന് മനുഷ്യന് പല നാളായി താല്പര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 10, 20, 30 വർഷമായി അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുകയായിരുന്നു. എന്നിട്ട് എന്തേ ഒരൊറ്റ റോക്കറ്റും വിടാഞ്ഞത്? റോക്കറ്റ് ഒരു ദിവസം പറഞ്ഞ് ഇത്ര മണി ഇത്ര സെക്കൻഡിന്, ഇന്ന ദിവസം ഇത്ര മണിക്കൂർ ഇത്ര സെക്കൻഡിന് റോക്കറ്റ് വിക്ഷേപിക്കണം, എങ്കിലേ അത് ചൊവ്വായി പോകത്തുള്ളൂ. ചൊവ്വായി ഈ റോക്കറ്റ് യാത്ര ചെയ്ത് ചൊവ്വായിലെത്താൻ എത്ര സമയം എടുക്കുമെന്നറിയാം? ചൊവ്വ കറങ്ങിക്കൊണ്ടിരിക്കുക, ഭൂമി ഇപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഒരു ബാഹ്യാകാശ പേടകം ചൊവ്വായും ഭൂമിയും കൂടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് പോയെങ്കിൽ മാത്രമേ ഇവിടെ ചെല്ലത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെയും കോടിക്കോടി മൈലുകൾ യാത്ര ചെയ്യേണ്ടി വരും. ഇവ തമ്മിൽ അടുത്തിരിക്കുന്ന ഒരു സീസണുണ്ട്. ആ സീസണിൽ വേണ്ടി ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ അങ്ങനെയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമണ്ഡലങ്ങളിൽ പാർക്കുന്ന അശുദ്ധ ശക്തികളിൽ ചിലത് ഇന്ന് മനുഷ്യനെ ആകർഷിക്കും, വേറെ ചിലത് നാളെ ആകർഷിക്കും. അതുകൊണ്ട് കാലഗതിക്കനുസരിച്ച് പോകരുതേ. അതാത് കാലങ്ങളിൽ സ്വഭാവങ്ങൾ മാറും. എൻ്റെ ആയുസിൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മേ ബി വൈലറ്റ് ന്യൂഡൽഹി 1970-71 വെൽബോട്ടം പാൻറ് ഒരു ഭയങ്കര ഫാഷനായിരുന്നു. കാര്യം അന്ന് ഏതോ നക്ഷത്രത്തിലിരുന്ന് ഈ ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ശക്തി വെൽബോട്ടം പാൻറ്റിൻ്റെ ആളായിരുന്നു. അവൻ ആകർഷിച്ചു. അന്നത്തെ ചെറുപ്പക്കാരതിൻ്റെ പുറകെ പോയി. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിയേച്ച് ടൈറ്റ് പാൻറ്റിൻ്റെ കാലമായി. കാര്യം വേറൊരു നക്ഷത്രം രംഗത്ത് വന്നു. ഇത് എൻ്റെ ഭാഷ ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്. അവനവൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ വ്യത്യസ്ത
വ്യത്യസ്ത ദൂത സമൂഹങ്ങളിൽ പാർക്കുന്ന വ്യത്യസ്ത ശക്തികൾ ആകർഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഫാഷൻ മാറ്റങ്ങൾ ഉണ്ടായി. ജാതികൾക്കൊരു കാലമുണ്ട്. there are seasons given to them. അങ്ങനെ ഒരു സീസൺ ഉണ്ട്. നാം ആ സീസണിൻ്റെ ഭാഗമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് മറക്കരുത്. മൂന്നാമത്തേതിൽ യഹോവയുടെ അംശം അവൻ്റെ ജനമാണ് എന്ന് മറക്കരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് എടുത്തു കാണിച്ചു. അതിനേക്കാൾ വ്യക്തമായി കാണിക്കാൻ എനിക്ക് ഇന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങനെ പോകുകയാണ്. ഒരുപാട് കോളങ്ങൾ ഞാൻ ഇവിടെ വരച്ചേച്ച്, ആ കോളങ്ങൾ മുഴുവനും ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. പക്ഷേ അതിൻ്റെ നടുക്ക് ഒരു യെല്ലോ കളറിൽ ഞാൻ ഒരു കൊച്ചു മാർക്ക് കാണിച്ചിട്ടുണ്ട്. അതുമാത്രം ദൈവത്തിൻ്റെ ഭാഗമായി ദൈവം വേർതിരിച്ചു. അത് വേറൊരു ഭാഷയിൽ തന്നെ ഇങ്ങനെ ഞാൻ കാണിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ ജനമെന്ന് എഴുതിയിരിക്കുന്ന, അതുകൊണ്ട് ബ്ലൂ കളറിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കൊച്ചു സർക്കിളുണ്ട്. അങ്ങോട്ട് കൊണ്ട് നല്ലൊരു എലിപ്റ്റിക്കൽ ഷേപ്പുണ്ട്. അങ്ങോട്ട് കൊണ്ടെന്ന് വെച്ച് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ള എൻ്റേത്, ബാക്കി മുഴുവനും ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്. ഇത് അബ്രഹാമിൻ്റെ സന്തതി, എൻ്റെ ജനമാണ്. ആ അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്നു. തൻ്റെ മകനെ ഒരു യാഗത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ആ യാഗം ഇന്ന് വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല. ആ യാഗത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു മുസ്ലിം വാദഗതിയുണ്ട്. അതിനവർ ഉദാഹരണമായി ഉപയോഗിക്കുന്ന ഒന്ന് അബ്രഹാമിൻ്റെയും മകൻ്റെയും യാഗമാണ്. ഇസഹക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നെങ്കിലും യാഗം കഴിച്ചില്ലല്ലോ, ഇസഹക്ക് മരിച്ചില്ലല്ലോ. അതുപോലെ യേശുവിനെയും ക്രൂശിങ്കൽ കൊണ്ടെന്നെങ്കിലും മരിച്ചില്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം എനിക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ വേദപുസ്തകം ആഴത്തിൽ പഠിക്കുവാൻ, മേ ബി നമ്മുടെ ഒഫീഷ്യൽ ടൈം അല്ല, എക്സ്ട്രാ ടൈം കണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ അതിനകത്തുനിന്ന് ആഴത്തിൽ ചില സ്റ്റെപ്പുകളിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതെ, അവിടെ യാഗമാകേണ്ടതിന് ദൈവം കരുതിയിരുന്നത് മോനെ അല്ല, ആട്ടിൻകുട്ടിയെ തന്നെയാണ്. കാര്യം ദൈവം അബ്രഹാമിനത് വെളിപ്പെടുത്തുന്നില്ല, അബ്രഹാമിനോട് സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഒരു ആട്ടിൻകുട്ടിയെ യാഗമാക്കി. എന്തിന്? കൊരിലിറക്കപ്പെടുവാൻ പോകുന്ന കുഞ്ഞാടിനെ ചിത്രീകരിക്കുന്ന ഒരു ആട്ടിൻകുട്ടി യാഗമാകാൻ തീരുമാനിച്ചു. എന്നാൽ ഇസഹാക്കിൻ്റെ കാര്യത്തിൽ അബ്രഹാം അനുസരിക്കുമോ എന്ന് കാണേണ്ടതിന് മാത്രം അബ്രഹാമിനെ ദൈവം ഏൽപ്പിച്ചാൽ മുന്നോട്ട് മാറട്ടെ. ആ യാഗം യേശുവിൻ്റെ കാൽവറിയെ കാണിക്കുന്നതായിരുന്നു. ഗോഡ് വാണ്ടഡ് എബ്രഹാം ആൻഡ് ഇസ്രയേൽ ടു ബി ഹിസ് കോളനി. ഇതുവരെ ഭൂമിയെ ദൈവത്തിൻ്റെ കോളനിയാക്കണമെന്നായിരുന്നു ദൈവത്തിൻ്റെ താല്പര്യം. ഒന്ന് സസ്പെൻഡ് ചെയ്തു, അതങ്ങോട്ട് മാറ്റി വെച്ച് പറഞ്ഞു, നിൽക്കട്ടെ, ആദ്യമേ ഇസ്രയേൽ എൻ്റെ കോളനിയാകട്ടെ, ഇസ്രയേലിൽ എൻ്റെ സംസ്കാരം നിൽക്കട്ടെ. ഞാൻ ചില ഉപദേശങ്ങൾ തരാൻ പോകാം, ഞാൻ ചില നിർദ്ദേശങ്ങൾ തരാൻ പോകുകയാ. അതനുസരിക്കാത്തവനെ ഇസ്രയേൽ രാജ്യത്ത് പാർപ്പിച്ചേക്കരുത്. അവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊന്നേക്കണം. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ ലേഖനങ്ങളിലുള്ളത് അനുസരിക്കാത്തവനെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. അങ്ങനെയുള്ളവനോട് സംസർഗമേ അരുത്, അവനെ വിട്ടൊഴിയുക. ആകപ്പാടെ ഒരു പ്രമാണം ദൈവം ഇസ്രയേലിന് കൊടുത്തേച്ച് പറഞ്ഞു, ഈ പ്രമാണത്തിൽ നിന്നോണം. ഐ വാണ്ട് യു ടു ഒബ്സർവ് മൈ കസ്റ്റംസ്. എൻ്റെ കൾച്ചറിലും കസ്റ്റമിലും വരുവാൻ ഇസ്രയേലിനോട് ദൈവം ആവശ്യപ്പെട്ടു. തുടർന്ന് അബ്രഹാമിനെയും മകനെയും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞു, ഈ ഭൂമിയുടെ കരയുള്ള ഭാഗങ്ങളെ 25 ലക്ഷം ഭാഗങ്ങളായി തിരിച്ചതിൽ ഒരു ഭാഗം അപ്രോക്സിമേറ്റ് ഒരു ഭാഗം 25 ലക്ഷത്തിൽ ഒന്നാണ് അബ്രഹാമിന് കൊടുത്തത്. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം 25 ലക്ഷത്തിൽ ഒരു ഭാഗം അബ്രഹാമിൻ്റെ ലോട്ട് കൊടുത്തു പറഞ്ഞു, ഇത് മതി, നിന്നേക്കാൾ വലിയൊരു ജാതി ഉണ്ടാകത്തില്ല. ഇത് മതി, നിന്നേക്കാൾ ഉന്നതമായ ഒരു വർഗം ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകാം. ഇന്ന് പകൽക്കാലം അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഇത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലേ, ഞാൻ ദൈവത്തിന് വിശുദ്ധനായി വേർതിരിഞ്ഞ് ജീവിക്കുമെന്ന് ഇന്ന് പകൽ സ്വയം പറയുന്ന ദൈവ പൈതലേ, ദൈവം നിങ്ങൾക്കെന്ന ചെറുതിനെ വർദ്ധിപ്പിക്കുവാൻ അവൻ വിശ്വസ്തനാണ്, വളർത്തുവാൻ അവൻ വിശ്വസ്തനാണ്. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്നത്. വിശദീകരിക്കാത്ത ഭാഗങ്ങൾ ഇന്ന് വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും മിനിറ്റുകൾ എടുത്തത്. ഇനിയും കൾച്ചറുകളിലോട്ട് കയറാൻ പോകാം. ഈജിപ്ഷ്യൻ രാജാക്കന്മാർ, ഇത് കഴിഞ്ഞ ആഴ്ച കാണിച്ചു, വിശദീകരിച്ചില്ല. ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണാം. ഈജിപ്ഷ്യൻ മുഴുവനും അങ്ങനെയായിരുന്നു രാജാക്കന്മാർ. കാരണം ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഭരിച്ചിരുന്നത് അവരുടെ കുലദേവതയായിരുന്നു. ഇത് തൂത്തൻ ഖൻമുൻ എന്ന് പറയുന്ന ഒരു രാജകുമാരൻ മരിച്ചു. രാജാക്കന്മാർ മരിച്ചാൽ അവരെ അടക്കുന്നത് അവരുടെ സർവ്വവിധ ആയുധങ്ങളും അവരുടെ സ്വത്തുക്കളുമായി, അവരുടെ സ്വത്തുക്കളുടെ വലിയൊരു ഭാഗവുമായി അവരെ പിരമിഡുകളിലാണ് അടക്കുന്നത്.
ആ പിരമിഡുകൾ പിന്നെ പൊളിച്ചെടുക്കാനൊന്നും നോക്കത്തില്ല. ഇന്ന് വരെ ശാസ്ത്രമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനപ്പുറത്തായിരുന്നു ഏലിയൻ ടെക്നോളജി. അതിനകത്താണ് അവർ പിരമിഡുകൾ പണിതത്. പണിയാനും അറിയത്തില്ല, പൊളിക്കാനും അറിയത്തില്ല ഇന്ന് വരെ. എന്നാൽ രാജകുമാരന്മാർ മരിച്ചാൽ അവരെ അടക്കുന്നത് പിരമിഡുകളിലല്ല, കല്ലറകളിലാണ്. ഈ രാജകുമാരൻ മരിച്ചു, അദ്ദേഹത്തെ അടക്കി. അദ്ദേഹത്തെ അടക്കുമ്പോൾ കുലദൈവം അദ്ദേഹത്തിന് വെളിപ്പെട്ട് കൊടുത്ത ആയുധങ്ങളും കൂടെ അടക്കിയിരുന്നു. ഇതൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തതാണ്. റിസർച്ച് ചെയ്യാത്ത ആരും ദയവായി മണ്ടത്തരം പുലമ്പം വരരുത്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ഈ രാജകുമാരൻ ആ കുലദേവത അപ്പിയർ ചെയ്ത് കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആ ആയുധം ഉപയോഗിച്ചെങ്കിലേ അവൻ ജയിക്കത്തുള്ളൂ. അവൻ ആയുധം കൊണ്ട് നടന്നു. ആ ആയുധവും അവൻ്റെ കൂടെ കുഴിച്ചിട്ടു. നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അടുത്ത കാലത്ത് ആയുധം മാന്തിയെടുത്തത്. ആ കല്ലറ മാന്തിയപ്പോൾ ആയുധം കിട്ടിയപ്പോൾ തന്നെ ഇത് ഈ ഭൂമിയിലുള്ള ഒരു വസ്തു കൊണ്ടും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടതുകൊണ്ട് അന്യരാജ്യങ്ങളിൽ നക്ഷത്രങ്ങളിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി, ഔദ്യോഗികമായി ഇന്നത്തെ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റി ഇതിനെ ഒന്ന് പരീക്ഷിച്ചു. ഇതിനെ പരീക്ഷിച്ച് നോക്കിയാൽ അവർ പറഞ്ഞത് ഈ ഭൂമിയിലുള്ള യാതൊരു വസ്തു കൊണ്ടുമല്ല ഈ പിച്ചാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് ആൻ ഏലിയൻ മെറ്റീരിയൽ. അന്യഗോളങ്ങളിൽ വസിച്ചു വന്ന ദൂതന്മാർ അന്യഗോളങ്ങളിലുള്ള വസ്തു കൊണ്ട് നിർമ്മിച്ചു കൊടുത്തതായ ആ ആയുധം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അവന് നിൽക്കാനൊക്കത്തുള്ളൂ. അതവൻ്റെ ലക്കി അവൻ്റെ വിക്ടോറിയസ് ആൻഡ് ലക്കി ടൂള, അല്ലെങ്കിൽ അവൻ്റെ ആയുധമാണ്. അത് ഉപയോഗിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ആ അന്യദേവതയുടെ രൂപം അവൻ അണിഞ്ഞിരിക്കണം. ആകയാൽ എല്ലാ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെയും ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ ഇതെണ്ടി കാണുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് ചുമ്മാ പകുതി കിട്ടേച്ച് പോകാനല്ല, കാര്യം പറയാൻ വേണ്ടിയാണ്. ഇനിയും അസീരിയൻ രാജാക്കന്മാരുടെ ഹെയർ സ്റ്റൈൽ നോക്കാം. ഈ സ്റ്റൈലിലല്ലാതെ മുടി വളർത്തിയവൻ അസീരിയൻ രാജാവാകത്തില്ല. കാര്യം ആ കുലദേവതയെ അവനിൽ പ്രസാദിപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഓരോ വൃത്തികേടുകൾ കാണിച്ചു വെക്കുന്നവരെ നിങ്ങൾ ഏത് ശക്തിയെ സേവിക്കുന്നു എന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് കൊള്ളാം. ഞാൻ മാറട്ടെ. ജാതികൾക്കൊരു കാലമുണ്ട്. ഈ ജാതികളുടെ കാലം തികയും. അത് തികഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. അങ്ങനെ പോയി ദൈവം അബ്രഹാമിനെ വിളിച്ചു. ജാതികളുടെ കാലം നിലനിൽക്കുമ്പോൾ തന്നെ 12 golden laws were given to Abraham's generation during the seasons of Gentile. ജാതികളുടെ കാലം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. മോനെ, ജാതികളെ തുടച്ചു മാറ്റിയേച്ച് നിന്നെ അഭിഷേകം ചെയ്യാനല്ല, നിന്നെ അഭിഷേകം ചെയ്ത് ഇവരുടെ നടുവിൽ നിർത്തി നിനക്ക് നിൽക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ്. ചുറ്റുവട്ടങ്ങൾ വഷളായ സാഹചര്യത്തിൽ ചുറ്റുവട്ടങ്ങളെ നന്നാക്കിയേച്ചല്ല എനിക്ക് കൽപ്പന തരുന്നത്. ചുറ്റുവട്ടങ്ങൾ വഷളായിരിക്കുമ്പോൾ എനിക്ക് കൽപ്പന തന്നേച്ച് അത് നിർത്തുവാൻ കഴിയുന്നവനാണ് എന്നെ നിർത്തിയത്. ഒരു 12 നിയമങ്ങൾ അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് സെപ്പറേഷൻ, വേർപാട്, സർക്കംസെഷൻ, പരിച്ഛേദന, ഡു നോട്ട് ഈറ്റ് ബ്ലഡ്, രക്തം ഭക്ഷിക്കരുത്, ഡു നോട്ട് യൂസ് എൻചാൻമെൻറ്റ്, മന്ത്രങ്ങൾ ചൊല്ലരുത്, ഡു നോട്ട് ഒബ്സർവ് ടൈംസ് ആൻഡ് സീസൺസ്, നാളുകളും പെരുന്നാളുകളും കാലങ്ങളും കൊണ്ടാടരുത്, കൺട്രോൾ യുവർ ഹെയർ സ്റ്റൈൽ, ഡു നോട്ട് ഒബ്സർവ് ടൈംസ് ആൻഡ് സീസൺസ്. അതെ, ഹെയർ സ്റ്റൈൽ ആൻഡ് ഷേവിങ് സ്റ്റൈൽ. നീ മുടി വെട്ടുമ്പോൾ ഇങ്ങനെ വേണം, നീ ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം, മറ്റവൻ്റെ കണക്കാകരുത്. നീ അത് സൂക്ഷിച്ചു കൊള്ളണം. ഡു നോട്ട് ടാറ്റു യുവർ ബോഡി. ശരീരത്തിൽ ടാറ്റു അടിക്കരുത്. ക്രിസ്ത്യൻ പേരിൽ അടിച്ചാലും നോൺ ക്രിസ്ത്യൻ പേരിൽ അടിച്ചാലും ടാറ്റു ആണ്, ദൈവത്തിന് വിരോധിയാണ്. ടാറ്റു അടിക്കരുത്. ഡു നോട്ട് ഇൻഡൽജ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ. മലയാളം ആവശ്യമില്ല. ഡു നോട്ട് സീക്ക് ഔട്ട് ഫെമിലിയർ സ്പിരിറ്റ്സ്. കുലദേവതകളെ വെച്ചുകൊണ്ടിരിക്കരുത്, ലക്ഷണം പറയുവാൻ പോകരുത്. ഡു നോട്ട് സീക്ക് ഔട്ട് ബ്ലാക്ക് മാജിക് ആൻഡ് വിസാർഡ്സ്. മാന്ത്രിക ശക്തിയിലും മന്ത്രവാദികളോടും കൂട്ടുപിടിക്കരുത് എന്നിങ്ങനെ ഒരു 12 നിയമങ്ങൾ അബ്രഹാമിന് അങ്ങോട്ട് കൊടുത്തു. ഞാനങ്ങ് എളുപ്പം മുന്നോട്ട് പോയിക്കോട്ടെ. തെണ്ടിക്കാണുന്നതും ഉപദേശിയാന്ന വെപ്പ്. ശരീരത്തിൽ ടാറ്റു അടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദ റിബലിയസ് മെൻറ്റാലിറ്റി, അടിച്ചാൽ നീ എന്നെ എടുക്കൂടാ. ശരീരം കിഴിക്കരുതെന്ന് പറഞ്ഞിടത്താണ് ഇതുണ്ട് കിഴിച്ച് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത്. യവൻ്റെ കൈകൊണ്ടും രോഗശാന്തി നടക്കുന്നുണ്ടെന്ന് മറക്കരുത്. യവന്മാരുടെ കൈകൊണ്ടും രോഗശാന്തി നടക്കും. കാരണം സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കും. അവൻ്റെ ശിഷ്യന്മാർ, അവൻ്റെ സേവകന്മാർ അവരെ പോലെയായിരിക്കും. ഇത് ദൈവികമെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല അല്ല അല്ല, ഇറ്റ്സ് ദ ഡിസിപ്ഷൻ. ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെയാണ്. ഇതും ഏത് ഫാഷനാ, ദൈവത്തിൻ്റെ ആണോ കാണുന്നവർക്ക് മനസ്സിലാകും. സഹോദരന്മാരെ, നമ്മളിതിൽ ഏതിലേക്കാണ് തിരിയുന്നത്? നമ്മൾ ഈ ലെഫ്റ്റിലോട്ട് തിരിയുന്നവരാണോ, റൈറ്റിലോട്ട് തിരിയുന്നവരാണോ, ദൈവത്തിൻ്റെ വഴി തിരിയുന്നവരാണോ, അല്ലാതെ തിരിയുന്നവരാണോ?
രണ്ടാമതൊരു കൂട്ടം ദൂതന്മാർ ഇറങ്ങി വന്നവരാണ് ഐബ്രോ ഉണ്ടാക്കുവാൻ പഠിപ്പിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടിരുന്നു. ആദ്യമേ ഇറങ്ങി വന്ന ദൂതന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് വിപരീതമായി, അതിനോട് അഡീഷണലായി രണ്ടാമത് ഇറങ്ങി വന്ന ദൂതന്മാർ പഠിപ്പിച്ചതാണ് പുരിയം വടിക്കുവാനും പുരിയത്തിന് കളറടിക്കുവാനും പുരിയം നന്നാക്കുവാനും സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്ന കെയർ ഓഫിൽ. ഇത് വരച്ചവനുമുണ്ട്. മോനെ, ഇതിനടുത്തത് കണ്ടോടാ, നേരെ നെറ്റിക്ക് എംബ്ലം കുത്തിയവൻ വരുമടാ. നേരെ നെറ്റിക്ക് 666 മുദ്രയുള്ളവൻ വരും. അത് കൈമേൽ കുത്തിയവനും വരും. അത് ബ്രെയിനിനകത്ത് വിടുന്ന ചിപ്പിനകത്ത് വെച്ചവനും വരും. ഞാൻ അങ്ങ് മുന്നോട്ട് മാറട്ടെ. ഇത് ചില വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എടുത്തതായിരുന്നു. ക്രോപ്പ് സർക്കിൾസ്. ഭൂമിയിൽ മനുഷ്യൻ നോക്കിയിരിക്കുമ്പോൾ ശാസ്ത്രീയമായി എല്ലാത്തിനും ഇക്വേഷൻസ് ഉള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സാണ് വരുന്നത്. ഈ ഫിഗേഴ്സ് മനുഷ്യന് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ 2 വർഷമൊക്കെ വേണ്ടി വരുന്ന, 200-300 മേൻ അവർ വേണ്ടി വരുന്ന ഒരു ഫിഗർ ആകാശത്തുനിന്ന് വരുന്ന അദൃശ്യ ശക്തികൾക്ക് വരയ്ക്കുവാൻ 2 മിനിറ്റ് മതി. അതിനോടകം വരച്ചേച്ച് പോകുന്നത് കാണാം. ഈ വലത്തുവശത്ത് കാണുന്നത് അങ്ങനെ വന്ന ഒരു ക്രോപ്പ് സർക്കിളാണ്. ഇടത്തുവശത്ത് കാണുന്നത് സാത്താൻ്റെ ബൈബിളിൻ്റെ പുറത്തെ വരയാണ്. ആ പുറത്തെ വരയുടെ ജോമെട്രിക്കൽ ഇക്വേഷൻ്റെ റെസിപ്പോക്കലാണ് വലത്തുവശത്ത് കാണുന്നത് എന്ന് പറയപ്പെടുന്നു. എനിക്ക് റെസിപ്പോക്കൽ അറിയാം, പക്ഷേ ഇക്വേഷൻ എടുക്കാനും അറിയത്തില്ല, വരയ്ക്കാനും അറിയത്തില്ല. ഞാൻ മിണ്ടാതിരുന്ന് ആരെങ്കിലും അറിയാവുന്നവർ പറയുന്നത് കേൾക്കട്ടെ. ഇടത്തുവശത്ത് കാണുന്ന സാത്താൻ്റെ ബൈബിളിൻ്റെ പുറത്തെ ചിഹ്നത്തിൻ്റെ ഇക്വേഷൻ എടുത്താൽ, എല്ലാ ജോമെട്രിക്കൽ ഫിഗറിനും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എടുത്താൽ അതിൻ്റെ റെസിപ്പോക്കൽ, അതിൻ്റെ വണ്ണപ്പോണാണ് തൻ്റെ വലത്തുവശത്ത് കാണുന്ന ക്രോപ്പ് സർക്കിൾ. ഞങ്ങളിവിടെ ഉണ്ട്, ഈ ഭൂമി ഞങ്ങളുടെയാണ് എന്ന് അവകാശം പറയുവാൻ. മനുഷ്യൻ്റെ മണ്ടയ്ക്ക് സൈനിട്ടു, മനുഷ്യനെ വേർതിരിച്ചു. ഭൂമിക്ക് സൈനിട്ടു, അവരെ വേർതിരിക്കുക. ഈ കാണുന്നത് മുഴുവനും വ്യത്യസ്ത ക്രോപ്പ് സർക്കിളുകളാണ്. 2010 മുതൽ 2018 വരെയുള്ള വർഷങ്ങളായിരുന്നു ക്രോപ്പ് സർക്കിളിന് പ്രസിദ്ധമായത്. യൂറോപ്പിൽ 2015 വരെ അതികഠിനമായിരുന്നിത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് മഹത്വം കരയേറ്റുവാൻ ഇന്ന് പകൽ നമുക്കൊന്ന് തയ്യാറാകാം. ലോകത്തിൽ പലതിനെയും പിശാച് മുദ്രയിട്ട് മാറുമ്പോൾ കർത്താവേ, എന്നെ ഒന്ന് വേർതിരിച്ച ആ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാകയാൽ അവനും ജഡരക്തങ്ങളോടുകൂടെ ഇറങ്ങി വന്ന് അവൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ കാണിച്ചിരിക്കുന്നു പോലെ ക്രൂശിന്റെ മേൽ ബലിയായി തൻ്റെ ജഡരക്തങ്ങൾ കൊണ്ട് പിശാചിനെ തല താഴ്ത്തിച്ച് അവൻ്റെ തലയെ തകർത്ത് ആയുധവർഗം വെപ്പിച്ച് എന്നെയും നിങ്ങളെയും ദൈവമക്കളാക്കി നിർത്തുവാൻ വിലമുടക്കിയ യേശുവിനെ ഞാൻ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുകയാണ്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്ത അവൻ്റെ വിമുക്തന്മാരായവർ അങ്ങനെ പറയട്ടെ. ഈ പ്രവചനത്തിന് 2 അർത്ഥമുണ്ട്. ഒന്നൊരു അക്ഷരീക അർത്ഥവും വേറൊരു ആത്മീയ അർത്ഥവും. ആത്മീയ അർത്ഥത്തിൽ സകല ജാതികൾക്കുമായി ദൈവം ദേശം ചിഹ്നിച്ച് ചെതറിച്ചു. സകല ജാതികൾക്കുമായി ദൈവം ചിഹ്നിച്ച് ചെതറിച്ചു. അവരെ ഭൂമിയുടെ അറ്റത്തോളം എറിഞ്ഞു കളഞ്ഞു, പോയി പറയാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ, ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ബേൽശസ്സർ ചക്രവർത്തിക്കൊരു പറ്റുപറ്റി. അവൻ ദൈവത്തെ വിട്ട് നടന്നതിൻ്റെ ശിക്ഷയായി ദൈവം അവൻ്റെ മുടി നീട്ടാൻ അനുവദിച്ചു. പക്ഷികളുടെ തൂവല് പോലെ അവൻ്റെ മുടി നീണ്ടു, മൃഗങ്ങളെപ്പോലെ അവൻ്റെ നഖം നീണ്ടു. ഇതെല്ലാം ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷയായിരുന്നു. വിവിധ ജാതികളിലേക്ക് എറിയപ്പെട്ട ചിലതിനെ ഈ ലക്ഷണങ്ങളിൽ കണ്ടെങ്കിൽ എന്തോ പറയാനാ. സിസ്റ്റർ മേരി കോവൂര് പണ്ടൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പ്രസംഗം എൻ്റെ ഓർമ്മയിലുണ്ട്. സിസ്റ്റർ കോവൂര് പറഞ്ഞു, ഒരു ദിവസം ഒരു കൺവെൻഷന് വേണ്ടി പോകുന്ന സമയത്ത് കുരങ്ങുകളെ കളിപ്പിക്കുന്ന കുരങ്ങാട്ടി റോഡിൽ നിന്നുകൊണ്ട് ഒരു കുരങ്ങിനെ കളിപ്പിക്കുകയാണ്. ആ കുരങ്ങിനെ ഒരു ഉടുപ്പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു നിക്കറിടിപ്പിച്ചിട്ടുണ്ട്, അവൻ്റെ അരയ്ക്കൊരു ചങ്ങലയുണ്ട്, അവൻ്റെ കയ്യിലൊരു കമ്പുണ്ട്. തൻ്റെ കുരങ്ങാട്ടിയുടെ കയ്യിലാണ് ചങ്ങലയുടെ മറ്റേ തുമ്പ്. കുരങ്ങാട്ടിയ കുരങ്ങിനെ പേര് പറഞ്ഞ് വിളിച്ചു. എഴുന്നേരടാ എന്ന് പറഞ്ഞവൻ എഴുന്നേറ്റ് നേരെ നിന്നു. കൈ പൊക്കടാ എന്ന് പറഞ്ഞവൻ കൈ പൊക്കി. ഇരിയടാ എന്ന് പറഞ്ഞവൻ ഇരുന്നു. തടി, നിൻ്റെ കയ്യിലുള്ള കമ്പ് തലയ്ക്ക് മീതെ കറക്കടാ എന്ന് പറഞ്ഞവൻ കറക്കി. വെക്കടാ താഴെ എന്ന് പറഞ്ഞവൻ താഴെ വെച്ചു. സിസ്റ്റർ കോവൂര് പറഞ്ഞു, എനിക്ക് കുരങ്ങിനോട് സംസാരിക്കാമായിരുന്നെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചേനെ. എടാ, മറ്റു കുരങ്ങന്മാർ മരത്തെ ചാടി നടക്കുന്ന പോലെ നീയും മരത്തെ ചാടി നടന്നതല്ലേ? എവൻ പറയുന്നതിനനുസരിച്ച് നീ വടി പൊക്കാനും താക്കാനും എന്തു പറ്റിയടാ?
കൊച്ചമ്മ പറഞ്ഞ കുരങ്ങൻ എന്നോട് തിരിച്ചു പറഞ്ഞ, കൊച്ചമ്മേ, എൻ്റെ അരക്കത്തെ ചരട് കണ്ടോ, ചങ്ങല കണ്ടോ, അതിൻ്റെ മറ്റേ തുമ്പ് അവൻ്റെ കയ്യിലാണ്. അവൻ പറയുന്നത് കേട്ടില്ലല്ലോ, ഒക്കത്തില്ല. ഒന്നിനോട് കുരങ്ങൻ പറയും മുടി നീട്ടടാ, അവൻ നീട്ടും. വേറൊന്നിനോട് പറയും മുറിക്കടി മുടി, അവൾ മുറിക്കും. പിന്നൊന്നിനോട് പറയും എടുക്കട പച്ച തുണി, എടുക്കും. പിന്നൊന്നിനോട് പറയും എടുക്കട കറുത്ത ഉടുപ്പ്, എടുക്കും. എന്തടേ എന്നെ കുരങ്ങ് കളിപ്പിക്കുന്ന പരിപാടി അറിഞ്ഞുകൂടെ? എന്നെ വിറ്റതാ, എന്നെ വിറ്റതാ, എന്നെ വിറ്റതാ. എന്നാൽ ദേശങ്ങളുടെ അറ്റത്ത് നിന്ന് വിൽക്കപ്പെട്ട ഇടത്ത് നിന്ന് തിരിച്ചു ചേർക്കപ്പെട്ട ദൈവഭക്തരെ, യഹോവയുടെ വിമുക്തന്മാരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുണ്ട്, നമുക്ക് ദൈവത്തെ ആരാധിപ്പാനുണ്ട്. അനന്തരം സ്വർഗത്തിലൊരു ശബ്ദമുണ്ടായി, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കേണ്ടി, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. അടിയനെ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാവ് 6:8 യേശു പ്രവചനാത്മാവിൽ യേശുവിൻ്റെ ശബ്ദമാണിത്. ജാതികൾക്കായി വിറ്റു, ജാതികൾ ഈ ജനത്തെ ഭരിക്കുന്നു. ഇസ്രയേലിനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. അതിൽ പോലും പലരും ദൈവപ്രമാണത്തിൽ നിൽക്കുന്നില്ല. ഇസ്രയേൽ ദൈവസന്നിധിയിൽ പാപം ചെയ്തു. ഇന്ന് രാവിലെ എന്നെ ആ സഹോദരൻ വിളിച്ച് ഈ വാക്യം പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഓർമ്മ വന്നു. അതാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ളൊരു 3-4 വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജാതികൾക്കായി വിറ്റു, ഇസ്രയേലിനെ ദൈവം വേർതിരിച്ചു. ഇസ്രയേലിനെ വേർതിരിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ മിസ്രയീമി ആഭരണം ധരിക്കരുത്. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങണം, പക്ഷെ നിങ്ങൾ ഇടരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ധരിപ്പിച്ചോണം. പ്രായപൂർത്തിയായവർ, ഇസ്രയേലിൽ പേരുള്ളവരാരും അത് ഇടരുത്. അതിന് മുമ്പുള്ള പ്രീ മച്വർഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സമ്പത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളൊരു മുഖാന്തിരമാണ് നിങ്ങളുടെ മക്കളെ അണിയിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ആ മിസ്രയീമി ചിന്താഗതി അവരുടെ അകത്ത് കയറിയത് കൊണ്ട്, മിസ്രയീമ്യമായ ആശയങ്ങളുടെ അവരുടെ അകത്തുള്ളത് കൊണ്ട് ആ വലിയവരും ആഭരണം ഇട്ടു. സീനായി പർവ്വതത്തിൽ വന്ന് യഹോവയായ ദൈവം കൽപ്പന കൊടുത്തവരെ വേർതിരിച്ച് വെച്ച് പറഞ്ഞ് ആഭരണം ഊരിമാറ്റാൻ പറഞ്ഞു. അന്നു മുതൽ ഇസ്രയേൽ മക്കളിൽ ആരും ആഭരണം ഉപയോഗിച്ചില്ല, അവരത് ഊരിക്കളഞ്ഞു. എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ ആ പഴയ മണ്ണ്, ഈ മണ്ണ് കൊണ്ടുള്ള ശരീരമുണ്ടല്ലോ, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ അരുതാത്ത പല അവയവങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പിശാച് അകത്തേക്ക് കയറിയതോടെ ഇസ്രയേൽ പലതും ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. യഹോവ പിന്നെയും അരുളിച്ചത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും ഇറുകണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ശോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. മതി. അരുതെന്ന് പറഞ്ഞ ഇസ്രയേൽ തെറ്റിയിട്ട് എവിടം വരെ പോയെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിനുള്ളവരെന്ന് ഓർത്തിരിക്കുവാൻ, ജാതീയമായി ഇതിൽ നിന്ന് എന്നെ തിരികെ വിളിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽ കർത്താവ് കൃപ തരട്ടെ. ഒരു ദൈവിക വിളി ഉയർന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ഇന്നും ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് യേശുവിൻ്റെ വാക്കാണ്. ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ യേശുവിൻ്റെ വാക്കാണ്. അവർ പലയിനം ബലികൾ നടത്തി നോക്കി, വിജയിച്ചില്ല. നീ ഒരു ശരീരം ആഗ്രഹിക്കുന്നു, ആ ശരീരം ഞാൻ എടുക്കാം, ഞാൻ തയ്യാറാണ്. എബ്രായ ലേഖനം 10:7 അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മിൽ ചിലർ പറയുമോ, കർത്താവേ, ഇതാ ഞാൻ വരികയാണ്, ഒരു അന്ത്യകാല ജനറേഷൻ എഴുന്നേറ്റ് വരുമെന്നും ഒരു അന്ത്യകാല സുവിശേഷീകരണം നടക്കുമെന്നും ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള അനേക ചിന്തകളുടെ മുൻപിൽ, ആശയങ്ങളുടെ മുമ്പിൽ, വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ ഇതാ ഞാൻ വരുന്നു, അടിയനെ അയക്കണമേ എന്ന് പറ. യേശു അവതരിച്ചു, ദ എക്സ്പ്രസ്ഡ് ഇമേജ് of God.
വെളിപ്പെട്ട ദൈവത്തിൻ്റെ ദൃശ്യത്തിൻ്റെ സാദൃശ്യം ഇതാ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരികയായി. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നത് വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഒരു ദിവസം ഹെബ്രിയേൽ മാലാഖ തേണ്ടവെന്ന് മറിയയോട് സംസാരിക്കുകയാണ്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അശുദ്ധിയുടെ അംശമില്ലാത്ത, ജാതീയമായ ലക്ഷണങ്ങളില്ലാത്ത ഒരു വിശുദ്ധ പ്രജ നിനക്കുദിച്ചു വരും. കാര്യം അത് ദൈവത്തിങ്കിൽ നിന്നാണ്. വചനം ജഡമായി ഉരുത്തിരിയുകയാ. ഞാൻ രക്ഷിക്കപ്പെട്ടത് വചനം ജഡമായി ഉരുത്തിരിഞ്ഞത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം എന്നിൽ വീണാത്മാവായി രൂപീകരിച്ചു. എന്നെ ഉരുത്തിരിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാനൊരു ദൈവ പൈതലാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും ആത്മീയരാണ്. നാം ദൈവമക്കളാണ്. ഈ ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. അത്യുന്നതൻ്റെ ശക്തി നിഴലിട്ടതിനാൽ ഒരു വിശുദ്ധ പ്രജയായി വന്നു. ദൂതനവരോട് ഭയപ്പെടരുണ്ട്. ഹിസ് ബർത്ത് വാസ് അനൗൺസ്ഡ്. എനിക്കത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഹിസ് ബർത്ത് വാസ് അനൗൺസ്ഡ്. യേശുവിൻ്റെ ജനനം അനൗൺസ് ചെയ്യപ്പെട്ടു. കാര്യം യേശു ജനിക്കാതിരിക്കേണ്ടതിന് ഭയങ്കര സ്കീമിംഗ് ആയിരുന്നു പിശാചിന്. അത് ആത്മമണ്ഡലത്തെ ഇല്ലാതെയാക്കി. പൈശാചിക മണ്ഡലങ്ങൾ കയറിക്കൂടി. പൗരോഹിത്യം നഷ്ടമായി. വിശുദ്ധന്മാരില്ലാതെയായി. ആലയങ്ങൾ മദ്യം കൊണ്ട് നിറഞ്ഞു. ആലയം ഷർദിലുകൾ കൊണ്ട് നിറഞ്ഞു. വെറിക്കൂത്തുകൾ അരങ്ങാടി. അങ്ങനെ പലതുമായി ആലയത്തിനകത്ത് അശുദ്ധി നടന്നതിനാൽ ഒരു വിശുദ്ധ സന്തതിയുടെ ജനനത്തിന് വിരോധ പിശാച് ഭയങ്കര ശക്തിയിൽ പോരാടിയെങ്കിലും ഒരു തലമുറയെ ദൈവം സൂചിപ്പിച്ചു. തന്റെ കരിമേരവും കരിവേലകവും വെട്ടിയാൽ അതിൻ്റെ കുറ്റി ശേഷിക്കുന്നത് പോലെ ഒരു വിശുദ്ധ സന്തതിയെ ഒരു കുറ്റിയായി ദൈവം ശേഷിപ്പിക്കുകയും ആ മറിയയുടെ അടുക്കൽ ഈ ദൂതുണ്ടാകുകയും അടുത്ത ദിവസം ദൂതൻ എന്ന് പറയുകയാണ്, യേശു ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. It was commemorated, the birth was commemorated and celebrated. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ഒരു കൂട്ടം ദൂതന്മാർ ചേർന്ന് പറഞ്ഞു. ദൈവത്തെ പാടി പുകഴ്ത്തി. ദൈവത്തെ അവർ വാഴ്ത്തി പുകഴ്ത്തി. പാടിപ്പുകഴ്ത്തി എന്നുള്ള പദം തെറ്റാന്നറിയാവോ? Going to the depth. സ്വർഗത്തിൽ പാടുവാൻ ദൈവമാക്കിയിരുന്നത് ലൂസിഫറിനെയും സൈന്യത്തെയും. അവൻ മരിഞ്ഞു പോരുന്നതോടെ സ്വർഗത്തിലെ പാട്ട് നിർത്തി. ഇന്ന് പാടാനുള്ള കൃപ ഭൂമിയിലാണ്. ഇവിടെ പാടും. മറ്റിടത്ത് പാടാൻ കൃപയില്ല. മറ്റിടത്ത് ദൂതന്മാർക്ക് സംസാരിക്കാനേ ഒക്കത്തുള്ളൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പാടുന്ന ദൂതന്മാർ വീണുപോയി. ഇന്ന് ആ സ്ഥാനത്താണ് നിങ്ങളെ ഉയർത്തിയത്. ദൂതന്മാരെക്കാൾ അധികം ഒരു പദവി, ദൂതന്മാർക്ക് അവകാശമില്ലാത്ത ഒരു പദവി, സുവിശേഷം പറയുവാൻ, ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ, ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പദവി ലഭിച്ച ദൈവ പൈതലേ, നാം ജാതികളല്ല, നാം ദൈവത്തിനുള്ളവരാണ്. അവൻ ആത്മനിയോഗത്തണ്ട് യേശുവിനെ ദൃക്സാക്ഷിയായി കണ്ട ശമൂവേൽ ആരായിരുന്നു? ശിമയോന്റെ ചരിത്രമാണ്. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം അമ്മയപ്പന്മാരെ അവരെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഫിസിക്കൽ ടച്ച്. തേണ്ട കുഞ്ഞ് ജനിച്ചു, ഞാൻ ആ കുഞ്ഞിനെ കണ്ടു, ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ട് എടുത്തു. അതുപോലെ തന്നെ ഒരു ഹന്നയും വരുന്നുണ്ട്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കണമേ. നീ ഒരിക്കൽ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. യേശുവിൻ്റെ ജനനം അനൗൺസ് ചെയ്തു. യേശുവിൻ്റെ ജനനം കൊമമറേറ്റ് ചെയ്യപ്പെട്ടു. യേശുവിനെ ശിമയോൻ വന്ന് തൊട്ടു. ശിമയോൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടു എന്ന് ശിമയോൻ സാക്ഷ്യം പറഞ്ഞു. അതെ, ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഇവിടെ നമുക്ക് പ്രത്യക്ഷമായി. God wanted earth to be his colony and have his heavenly culture. ആരംഭത്തെങ്കിൽ ഇതായിരുന്നു തത്വം. കുറച്ച് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ കാലമായതോടെ ഒന്ന് റെഡ്യൂസ് ചെയ്തേച്ച് പറഞ്ഞു, ലെറ്റ് ഇസ്രയേൽ ബി മൈ കോളനി. ബാക്കിയെല്ലാം ഞാൻ വിറ്റു, ബാക്കിയെല്ലാം പോയി. ലെറ്റ് ഇസ്രയേൽ ബി മൈ കോളനി. നിങ്ങളാണ് എൻ്റെ ജനം. വീണ്ടും യേശുവിൻ്റെ മടങ്ങി വരവോടെ പറഞ്ഞു, കാലം കഴിഞ്ഞു, ആ കാലം പോയി, മുഴു ലോകവും എൻ്റേതാ. സകല വംശങ്ങളിലേക്കും ജാതികളിലേക്കും വിറ്റുകളഞ്ഞവരെ തിരിച്ചെടുക്കുവാൻ, സൗജന്യമായി രക്ഷിക്കുവാൻ ഞാൻ വരികയാണ്. യേശു സ്നാനമേറ്റു. തൻ്റെ യേശു ഇറങ്ങിയ ഒരു പ്രസംഗം പറയുകയാണ്, കാലം തികഞ്ഞു. ഏത് കാലമാ? ദ സീസൺ ഓഫ് ദ ലോ. അബ്രഹാമിന് മാത്രം കൊടുത്തിരുന്ന, കുറച്ചു പേർ മാത്രം മുന്നോട്ട് വരുന്ന
ഒരൊറ്റ ജനതതി മാത്രം മുന്നോട്ട് വരുന്ന ആ സീസൺ കഴിഞ്ഞു. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചു. ആ ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് വരുവാൻ ഞാൻ വാതിലുകൾ തുറക്കയാ. കാലം തികഞ്ഞു. ദൈവരാജ്യം അടുത്ത് സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഞാനിവിടെ 19-20. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ആ ഗോസ്പൽ സീസണിലേക്ക് നിങ്ങൾ കയറുകയുമാണ്. സീസൺസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് തൊടാനുള്ള ഒരു സബ്ജക്റ്റ് അതാ, സീസൺസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്. വ്യത്യസ്ത സീസണുകളിൽ റിഫ്രഷ്മെൻറ്റ്. ഒരു കർത്താവിൻ്റെ ദാസൻ വരും, ചില ആശയങ്ങൾ ദൈവവചനത്തിൽ എന്ന് പറയും, ചില ഹൃദയങ്ങളിൽ അത് തറച്ചു കയറും. അവരുടെ സീസണാണ് അതിലേക്ക് വരുവാൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഫാഷൻ മാറും, ഇവിടുത്തെ സീസൺ മാറും. കാര്യം വ്യത്യസ്ത നക്ഷത്രങ്ങളുടെ ഭരണത്തിൻ്റെ അധികാരത്തിൽ വരുന്നതോടെ ഇവിടുന്ന് സീസൺ മാറുന്നത് കാണാം. ഇതുപോലെ തന്നെ ദൈവം സഭയിലും രക്ഷയുടെ സീസൺ സഹിക്കുന്നതിനായി സ്തോത്രം. ഒരു കാലത്ത് മാനസാന്തരത്തിൻ്റെ കാലമായിരിക്കും. വേറൊരു കാലത്ത് മാനസാന്തരപ്പെട്ടവർ കൃപാവരങ്ങളിൽ വ്യാപരിക്കുന്ന കാലമായിരിക്കും. ഇനിയൊരു കാലത്ത് അവർ വിശുദ്ധ ജീവിതത്തിൽ ആഴത്തിൽ ഇറങ്ങുന്ന കാലഘട്ടമായിരിക്കും. ഇന്ന് പകൽ ബഥേൽ ഈ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോയില്ലേ, നമ്മെ കൊണ്ടുപോയില്ലേ? നമുക്ക് ഈ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നാം ഈ സീസണുകളിലൂടെ കടന്നു പോകുകയാണ്. ദൈവിക സീസണുകളിലാണ് നാം, വീണ്ടെടുപ്പിൻ്റെ സീസണുകളിലാണ്. ഞാനിവിടെ നിർത്തട്ടെ. നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസും യോഹന്നാനും തിരിച്ചോർമ്മിപ്പിക്കുന്നത് കാണാം. പത്രോസ് തിരിച്ചോർമ്മിപ്പിക്കുന്നത് കാണാം. എന്താ ഈ ഓർമ്മിപ്പിക്കുന്നത്? ഐ വിൽ ടേക്ക് 10 more minutes. എന്താണ് ഈ ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങളോടൊരു സുവിശേഷം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതങ്ങ് മറവിയിലേക്ക് കൊണ്ടുപോകുന്ന വേറെ ഒരു ഫോഴ്സ് ഇവിടെ മുഴുവൻ നിൽക്കുക, വേറൊരു ശക്തി ഇവിടെ മുഴുവൻ നിൽക്കുക. അതിൻ്റെ കൊണ്ട് നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനാണ്. നമ്മൊരു സീസണിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറുകയാണ്. ഇനി എനിക്ക് വേറെ ചിലതൊന്ന് എടുക്കാനുണ്ട്. ആ എടുക്കാനുള്ളതൊന്ന് തൊട്ടേച്ച് ഞാൻ അവിടുന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ്തിൻ്റെ സീസണിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പെന്തക്കോസ്തിൻ്റെ സീസണിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേകത, നമ്മിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ ദൈവത്തിൻ്റെ ശക്തി. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകലരെയും വിളിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ഇരുട്ടിൻ്റെ അധികാരത്താൽ നിറഞ്ഞിരിക്കുന്ന ബോർഡിൽ നോക്കിയാൽ, ഇരുട്ടിൻ്റെ അധികാരത്താൽ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിന്ന് ആശ്വാസകാലങ്ങളിൽ എൻ്റെ ജനത്തിലേക്ക് വരുവാൻ എൻ്റെ ജനത്തെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലവും ദൈവത്തിന് ജനത്തെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ പാദത്തിലേക്കൊന്ന് അടുത്തു വരേണ്ടതിന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ആശ്വാസകാലങ്ങളിലേക്ക് വരുവാൻ നമ്മുടെ മേൽ പതിയപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഭാഷ ഒന്നായി മാറി. ലോകത്തിൻ്റെ അറ്റത്തോളമുള്ളവരെ വിളിച്ചോളാൻ കർത്താവ് എടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് തുടർന്ന് ഞാൻ ഒരല്പസമയം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആത്മീക യുദ്ധത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽ അശുദ്ധാത്മാക്കൾക്ക് വിരോധമായി, രോഗവ്യാപാരങ്ങൾക്ക് വിരോധമായി, മനുഷ്യനിൽ വ്യാപരിക്കുന്ന പ്രകൃതി വിരുദ്ധമായ സ്വഭാവങ്ങൾക്ക് വിരോധമായി ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഒരാത്മയുദ്ധത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മിലാരും ചതിക്കപ്പെടാതിരിക്കുവാൻ. ഹവ്വായ ഉപായത്താൽ എങ്ങനെയാണ് ചതിച്ചതെന്നറിയാമോ? ഇത് പറിച്ച് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നും പറഞ്ഞാൽ, ഇത് മുഴുവനും ദൈവികമാണെന്നും പറഞ്ഞാൽ പലതിനെയും ചതിക്കുന്നത് തിരുവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരോധമായി പോകാതെ ഇന്ന് പകലൊന്ന് മടങ്ങി വരുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായിരുന്നു, സിയോനിലെ സകല സഭായോഗങ്ങളുടെ മേലും അന്തരീക്ഷം ഒന്ന് മാറുമെന്ന്. സിയോനിലെ സകല സഭായോഗങ്ങളുടെ മേലും അന്തരീക്ഷം ഒന്ന് മാറുമെന്ന്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അന്തരീക്ഷം ഒന്ന് മാറട്ടെ. ഇന്ന് പകൽ സഭയുടെ ഭാഗമായി അവിടെ ഇവിടെ രോഗികളായി കിടക്കുന്ന പലരുണ്ട്. തോമസ് ആൻറ്റി സൗഖ്യമില്ലാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, അല്പം സീരിയസ് സ്റ്റേജിലാണ്. ഇതിനകത്ത് രോഗിയായി സംസാരിക്കാൻ പോലും പ്രയാസമായി പലരും വന്നിരിപ്പുണ്ട്. അവരെ ദൈവകരങ്ങളിൽ കൊടുക്കാം. അപ്രതീക്ഷിതമായ അപകടങ്ങളും ആപത്തുകളും ഉണ്ടായി ആകെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്ന ചിലർ ഇതിനകത്തുണ്ട്. ആ സഭായോഗത്തിനകത്ത്
വ്യാപരിക്കുന്ന ദൈവിക അന്തരീക്ഷം ഇന്ന് ഇതിനകത്തൊന്ന് വ്യാപരിക്കട്ടെ. ദൈവം ചിലതൊന്ന് ചെയ്യട്ടെ. അതേ കർത്താവേ, ഞങ്ങളുടെ അന്തരീക്ഷത്തെ ഒന്ന് മാറ്റണമേ. ഇതിനകത്തൊരു ദൈവിക സാന്നിധ്യം ഇറങ്ങണമേ. ആ അന്തരീക്ഷത്തിനകത്ത് അശുദ്ധ ശക്തികൾ വിട്ടുമാറുവാൻ, രോഗാത്മാക്കൾ കീഴടങ്ങുവാൻ, ക്യാൻസറുകൾ കീഴടങ്ങുവാൻ, ശരീരരോഗങ്ങൾ മാറുവാൻ, ഭാരങ്ങൾ അനുഭവിക്കുന്നവർ വിടുതലാകുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇസ്രായേൽ പകലും രാത്രിയിലും യാത്ര ചെയ്യേണ്ടതിന് മേഘത്തിന്റെ തണലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ സഭായോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ മേൽ ആ മേഘത്തിന്റെ തേജസ്, സിയോനിലെ സകല സഭായോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ തേജസ്. തീരുമാനമെടുക്കുവാൻ കഴിയാത്തവരായി, ഇന്ന് പകൽ ഡിസിഷനിലേക്ക് വരുവാൻ കഴിയാത്തവരായി, ജീവിതത്തെ രാത്രി പോലെ ആചരിക്കുന്നവർ ഇപ്പകൽ വിടുതൽ പ്രാപിക്കട്ടെ. ഇന്ന് പകൽ ഇരുട്ടിനകത്ത് വ്യാപരിച്ച പ്രകാശം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. തിരുനിവാസം നിവർത്തിയ നാളിൽ മുതൽ തീരുന്നത് വരെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്യങ്ങളാ. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. കർത്താവേ, ഇവിടെ ദൈവകൃപ ആരംഭിച്ചു തുടങ്ങിയ അന്ന് മുതൽ 1984 മുതൽ ഇന്ന് വരെ ആ സാന്നിധ്യം ഇവിടെ തുടർന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ അതിൻ്റെ ഖനീഭാവം ഇതിനകത്ത് സംഭവിക്കട്ടെ. ഇന്ന് പകൽ അതിൻ്റെ ഖനീഭാവം ഇതിനകത്ത് സംഭവിക്കട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഹോവാ സിയോൻ പർവ്വതത്തിലെ സകല നിവാസങ്ങളിന്മേലും അതിലെ വാസസ്ഥലങ്ങളിൻ്റെ മേലും, നിങ്ങൾ ഇവിടുന്ന് പോയാൽ തീർന്നില്ല, സകല നിവാസങ്ങളുടെ മേലും, നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ. ചില വീടുകൾ പിശാച് അവകാശം പറയുക, ചില വീടുകൾ മാന്ത്രിക ശക്തികൾ അവകാശം പറയുക, ചില ഭവനങ്ങൾ പൈശാചിക വ്യാപാരങ്ങൾ നിറയ്ക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ സകല വാസസ്ഥലങ്ങളുടെ മേലും, ഹല്ലേലൂയ, ഇന്ന് പകൽ സകല വാസസ്ഥലങ്ങളുടെ മേലും ആ ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങട്ടെ. ആ ദൈവശക്തിയുടെ വ്യാപാരം ഇരിക്കട്ടെ. നാം ആത്മീക ഇസ്രായേലാണെങ്കിൽ സകല സഭായോഗങ്ങളുടെ മേലും എഴുന്നേറ്റ് പ്രകാശിക്ക്. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഭൂരിരുട്ട് ജാതികളെ മൂടുന്നു. അതെ, ലോകം ഡാർക്ക്നെസ്സിലാണ്. അന്ധകാരം ഭൂമിയെ മൂടുന്നു. എൻ്റെ മേലോ നമ്മുടെ മേലോ യഹോവ ഉദിക്കും, യഹോവ ഉദിക്കും. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കാം. എഴുന്നേൽക്ക, പ്രകാശിക്ക, എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യു ആർ ഓൺ സീസൺ. യു ആർ ഓൺ സീസൺ. ഇന്ന് ദൈവപ്രവൃത്തി നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരികയാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തന്ന് രോഗശക്തികളെ ശാസിച്ച് അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ശക്തികളെയും വ്യാപാരങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അടിയങ്ങളുടെ വാക്കുകൾക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര വീഴട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര വീഴട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര വീഴട്ടെ. സ്വർഗീയ ദൂതന്മാരെ കാവലിന് വേണ്ടി ഇറങ്ങി വരിക. വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ ഞങ്ങൾ കാണട്ടെ.